CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കും. കണ്ണൂരിൽ നിന്നും EP തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ യോഗത്തിൽ EP പങ്കെടുക്കുമോ എന്നത് ഒരു അനിശ്ചിതത്വത്തിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ അതിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്നത്തെ ഈ യോഗം EPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണല്ലോ, അല്ലേ? തീർച്ചയായും EP ജയരാജൻ വലിയ രീതിയിൽ മുന്നണിയിലും പാർട്ടിക്കുള്ളിലും പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇതിൽ പങ്കെടുക്കുമെന്ന ചോദ്യത്തിന് ഇന്നലെ EP വ്യക്തമായ ഉത്തരമൊന്നും തന്നെ നൽകിയിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ 6 മണിക്കത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് കണ്ണൂരിൽ നിന്നും EP ജയരാജൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുള്ളത്. രാവിലെ നടക്കുന്ന യോഗത്തിൽ EP ജയരാജനും പങ്കെടുക്കും. ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ യോഗം തന്നെയാണ്. കാരണം നേരത്തെ പല വിവാദങ്ങളും EP ജയരാജൻ ഭാഗമായിട്ടുണ്ടെങ്കിലും ഈ വിവാദത്തിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി EPക്കെതിരെ ഒരു നിലപാടെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് നിർണായകമാകും. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ EPക്ക് എതിരെ എടുക്കുന്ന നിലപാടുകൾ നേരത്തെ തോമസ് ഐസക് തന്നെ ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഇത്തരം നേതാക്കൾ ഈ വിഷയം ഈ പാർട്ടി ഘടകത്തിൽ ഉന്നയിക്കുമ്പോൾ എന്തായിരിക്കും EPക്ക് പറയാനുള്ളത് എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. EPയോട് പക്ഷേ വിശദീകരണം തേടുമോ? ആ വിശദീകരണം തേടേണ്ടി വരും. ഒരു പക്ഷേ അങ്ങനെ തേടുകയാണെങ്കിൽ എന്തായിരിക്കും EPക്ക് പറയാനുള്ളതും എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഒരു കടുത്ത നടപടിയിലേക്ക് പോകുമോ? LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ഒഴിവാക്കുമോ എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത്ര കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നിപ്പോൾ ഏതായാലും പറയാൻ സാധിക്കില്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മറ്റ് നേതാക്കന്മാർ ഈ വിഷയം ഉന്നയിക്കും എന്നത് ഉറപ്പാണ്. അത് നേരത്തെ പരസ്യമായി മറ്റു നേതാക്കൾ ഇപ്പോൾ തോമസ് ഐസക് അടക്കമുള്ള വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ EPയുടെ മറുപടിയൊക്കെ എന്തായിരിക്കും എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അക്കാര്യത്തിലൊരു വ്യക്തത വരും.